മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അർജുന്റെ കുടുംബം. വലിയൊരു വിഷമമാണ് അവർ പങ്കുവച്ചത്. കൂടെ നിന്ന് മനാഫ് വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു, ഫണ്ട് പിരിവ് നടത്തുന്നു, അർജുൻ ഇല്ലാത്ത സാലറി നൽകിയെന്ന് പറയുന്നു. ഇത്തരത്തിൽ നിരവധി പരാതികൾ മനാഫിനെതിരെ കുടുംബം ഉന്നയിച്ചിരിക്കുകയാണ്. അതൊക്കെ നിഷേധിക്കുകയാണ് മനാഫ്. മേഘമാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി. ശിരൂരിൽ മണ്ണിടിച്ചിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബം അതിരൂക്ഷമായ ആരോപണവുമായാണ് ലോറി ഉടമ മനാഫിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അർജുന്റെ കുടുംബത്തിന്റെ വൈകാരികത വിറ്റ് കാശാക്കുകയാണ് മനാഫ് ചെയ്യുന്നത്. പലയിടങ്ങളിൽ നിന്നായി അതിന്റെ പേരിൽ പണം സമ്പാദിക്കുകയും മനാഫ് ചെയ്യുന്നു. തങ്ങൾക്ക് ഒരു പണത്തിന്റെയും ആവശ്യമില്ല. അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്കും മകനും ജീവിക്കാനുള്ള പണം ഒരു ജോലിയിലൂടെ സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന് ആരും പണം നൽകരുത്, തങ്ങൾ പണത്തിന്റെ ആവശ്യം ഇല്ല എന്ന് കുടുംബം ആവർത്തിക്കുന്നു. 75,000 രൂപ അർജുന് സാലറി ലഭിക്കുന്നുണ്ട് എന്ന തരത്തിൽ പ്രചാരണം നടത്തി. അതിനുശേഷവും അർജുൻ ജോലിക്ക് വരുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം നടത്തി. എന്നാൽ അത് തെറ്റാണ്. കുടുംബത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി മനാഫ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിൽ നിന്നും പണപ്പിരിവിൽ നിന്നും പിന്മാറണം എന്നുമാണ് കുടുംബം പറയുന്നത്. അല്ലെങ്കിൽ തങ്ങൾ നിയമപരമായി നേരിടും എന്നും കുടുംബം വ്യക്തമാക്കുന്നു. ഈ 75,000 രൂപ സാലറികൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന് പല കോണിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നുണ്ടെന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല. കാരണം കൃഷ്ണപ്രിയയ്ക്കാണെങ്കിലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയതും. അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു ഓറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മനുഷ്യത്വമുണ്ടെങ്കിൽ മനാഫ് വൈകാരികത വിറ്റ് പണം ഉണ്ടാക്കരുത് എന്ന് കുടുംബം ആവർത്തിക്കുമ്പോൾ താൻ പണം ഏതെങ്കിലും തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടില്ല എന്നതാണ് മനാഫ് പറയുന്നത്. എല്ലാ ആരോപണങ്ങളെയും മനാഫ് നിഷേധിക്കുന്നു. താൻ ഒരു PR വർക്കും നടത്തിയിട്ടില്ല, മാധ്യമങ്ങളാണ് അത് ചെയ്തത് എന്നും അർജുനെ മറക്കാതിരിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുമായിരുന്നു മനാഫിന്റെ പ്രതികരണം. ശിരൂരിൽ ഞാൻ അർജുൻ്റെ ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒരു ഉറുപ്പ്യ ഞാൻ ആരെടുത്തും വാങ്ങി. ശിരൂരിലേക്ക് ഡ്രഡ്ജർ കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. അതൊരിക്കലും തങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്നും കുടുംബം വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇവിടെ നിന്നും ആക്ഷൻ കമ്മിറ്റി തിരുവനന്തപുരത്തേക്ക് പോയി. എന്നാൽ മുഖ്യമന്ത്രിയുമായി തങ്ങൾക്ക് അർജുന്റെ കുടുംബത്തിന് നേരിട്ട് ആക്സസ് ഉണ്ടായിരുന്നു. കൂടുതൽ സമ്മർദ്ദം വരുത്തി എന്തിനാണ് ഇത്തരത്തിലൊരു നാടകീയത ഉണ്ടാക്കിയത് എന്നും കുടുംബം ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇനി ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ഇല്ല. അർജുനെ കണ്ടെത്തുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. അത് നടക്കുകയും ചെയ്തു എന്നും കുടുംബം പറയുന്നുണ്ട്. ഏതായാലും മനാഫിനെതിരെയും ആക്ഷൻ കമ്മിറ്റിക്കെതിരെയും ഗുരുതരമായ ആരോപണമാണ് അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത്.